8 നമ്പേഴ്സിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. 8 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 60 ആണ്. അതിൽ വിട്ടുപോയൊരു നമ്പർ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് 8 നമ്പേഴ്സിൻ്റെ ആവറേജ് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 60 ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം? നമുക്ക് 60 × 8 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സമ്മ് കിട്ടും. 60 × 8 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമ്മ് 480 കിട്ടും. ഇനി ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സമ്മ് 412 കിട്ടും. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്? വിട്ടുപോയ എക്സിൻ്റെ വാല്യൂ. അതായത് 68 ആയിരിക്കും എന്ത്? വിട്ടുപോയ എക്സിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇഫ് ഡിസംബർ 31 എന്തായാലും ഡിസംബർ 31 2014 വെനസ്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. റിപ്പബ്ലിക് ഡേ നെക്സ്റ്റ് ഇയറിൽ എന്നായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം 31 ഡിസംബർ എന്താണ്? വെനസ്ഡേ ആണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്തായിരിക്കും? ജനുവരി 1 എന്തായിരിക്കും? ജനുവരി 1 വെനസ്ഡേ തേഴ്സ്ഡേ ആയിരിക്കും അല്ലേ. തേഴ്സ്ഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 ഡേയ്സ് ആഡ് ചെയ്തിട്ട് വരികയാണെങ്കിൽ എങ്ങനെ വരും? 8 വരും, 8 7 15 വരും, 15 7 22 വരും. അപ്പോൾ 22 വരെ നമുക്ക് എന്തായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. 22 വരെ നമുക്ക് തേഴ്സ്ഡേ ആയിരിക്കും. പിന്നെ ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 26th കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മൺഡേ ആണ് ആൻസർ വരിക. 22nd 23rd 24 25 26 തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസംബർ 31 2014 വെനസ്ഡേ ആണെന്ന് പറയുന്നുണ്ട്. ജനുവരി 26 എന്താണ് വരിക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഡിസംബർ 31 കഴിഞ്ഞിട്ട് 26 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വരിക എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഡിസംബർ 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ 26 ഡേയ്സ് ആണുള്ളത്. സോ 26നെ നമ്മൾ എന്ത് ചെയ്യാം? വീക്കിലെ 7 ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 26നെ വീക്കിലെ 7 ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന ആൻസർ കിട്ടും. അതായത് 3 ടൈംസ് ആണ് 7 പോകുന്നത്. ദെൻ അതിൻ്റെ ബാലൻസ് വരുന്നത് 3 ടൈംസ് 7 പോയി കഴിഞ്ഞാൽ 21 വരുള്ളൂ. ബാക്കി എത്രയുണ്ട്? 5 ഡേയ്സ് ഉണ്ട് അല്ലേ. ഈ 5 ഡേയ്സിന് നമ്മൾ എന്ത് ചെയ്യാം? കണക്കാക്കിയാൽ മതി. അതായത് ബാക്കിയുള്ള 5 ഡേയ്സിൽ വെനസ്ഡേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുക. വെനസ്ഡേ കഴിഞ്ഞിട്ട് 5 ഡേയ്സ് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. ഇവിടെ എന്ത് കിട്ടും? ആൻസർ മൺഡേ കിട്ടും. ഈ ഒരു രീതിയിലും കൂടെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും.